ഈ മേഖലയിൽ നിങ്ങൾക്കറിയാം, ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന ഇടവകകളുണ്ട്, നഷ്ടപ്പെട്ടു പോയ ഇടവകകളുണ്ട്. നമ്മുടെ മുടവൂർ പള്ളി അടക്കം, അതുപോലെയുള്ള ചാത്തമറ്റം പള്ളി അടക്കം, അതുപോലെ മുള്ളരിങ്ങാട് പള്ളി അടക്കം, അവിടെയെല്ലാം ഈ പറഞ്ഞതുപോലെ ഏതോ കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രം ഇടവകകൾ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം നമുക്കുണ്ടായി. വാസ്തവത്തിൽ അതെല്ലാം ഒത്തിരി നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളാണ്. അങ്ങനെയുള്ള ഓർമ്മകൾ നമ്മെ വേട്ടയാടുമ്പോഴും അതെല്ലാം മറക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അവിടെ ആരാണ് നമുക്ക് ശത്രുതയോടുകൂടി പെരുമാറിയതെന്നോ, ആരാണ് നമ്മെ റോട്ടിലേക്ക് ഇറക്കി വിട്ടതെന്നുള്ളത്, ആ ചിന്തകളെല്ലാം നമ്മെ അതിനപ്പുറമായിട്ട് അവിടെയെല്ലാം നമ്മൾ ഉയർത്തിപ്പിടിച്ച ഒരു ദൈവശാസ്ത്രവും അവിടെയെല്ലാം നമ്മൾ ഉയർത്തിപ്പിടിച്ച ഒരു വിശ്വാസവുമുണ്ട്. അവിടെ ആ വിശ്വാസം ആർക്കും കവർന്നെടുക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതും, അവിടെ ദൈവത്തെ നോക്കി, ക്രിസ്തുവിനെ നോക്കിയും ക്രൂശിനെ നോക്കിയും യാത്ര ചെയ്തുകൊണ്ട് മാത്രമാണ് എല്ലാം വിട്ടെറിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്നും ഇറങ്ങിപ്പോന്ന പുതിയ ആരാധനാലയങ്ങൾ തുടങ്ങുവാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുള്ളത്. എന്നാൽ അവിടെയും നമുക്ക് നമ്മുടെ മൃതശരീരങ്ങൾ സംസ്കരിക്കുന്നതിനുള്ളതായ തടസ്സങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമായി സഭ അഭിമുഖീകരിച്ചത്. ഏതായാലും അതിനെല്ലാം ഒരു പരിഹാരം നമുക്ക് ശാശ്വതമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് ആശാവഹമാണെങ്കിൽ കൂടിയും പല ഇടങ്ങളിലുമൊക്കെ അസ്വസ്ഥതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഞാനൊക്കെ ആദ്യം മുതൽ പറയുന്ന കാര്യമാണ്, സഭാപിതാക്കന്മാർ ഒരിക്കലും കലഹത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യാറില്ലല്ലോ. ബാബാ തിരുമേനി എപ്പോഴും പറയാറുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ശത്രുക്കൾക്ക് ദോഷം വരാതെ ഞങ്ങൾ രക്ഷിക്കണമെന്ന് അദ്ദേഹം പറയാറുള്ളത്. വാസ്തവത്തിൽ അവർക്കൊരു ദോഷവും വരുവാൻ നമ്മളാരും ആഗ്രഹിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ലെറ്റ് us have dignity. എല്ലാവർക്കും അവരുടെ ഡിഗ്നിറ്റി ഉണ്ടാവട്ടെ. മറുവിഭാഗത്തിന് അവർക്ക് അവരുടേതായ ചില ആശയങ്ങളുണ്ട്, അവരുടേതായ ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം, അടിമത്വം വേണ്ട, ചീമക്കാരെ വേണ്ട, സുറിയാനി വേണ്ട, സുറിയാനി സഭയുടെ ഒന്നും വേണമെന്നൊക്കെ പറയുന്ന ചില ആശയങ്ങളുണ്ട്. തികച്ചും ഭാരതീയ സഭ എന്ന് അവർ പറയുന്നു. ഭാരതീയ സഭ എന്ന് പറയുന്നു, നമ്മൾക്ക് അവരോട് വിരോധമൊന്നുമില്ല, അങ്ങനെ ആയിക്കൊള്ളട്ടെ. ഭാരതം നമ്മുടെ ഭാരതമല്ലേ, ഭാരതീയ സഭ ആയിക്കൊള്ളട്ടെ, അങ്ങനെയും അവർക്ക് പോകാം. അതാണ് അവരുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ പര്യാപ്തമെങ്കിൽ അവർക്ക് അങ്ങനെ പോകാമല്ലോ. പക്ഷെ ഇവിടെ അബ്രഹാം ലോത്തിനോട് പറഞ്ഞതുപോലെ പറയാനുള്ള മനോഭാവം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതൊരു ക്രിസ്തീയമായ മാർഗമാകുമായിരുന്നു. ക്രിസ്തീയമായ മാർഗം അവലംബിക്കാതെ മറ്റു മാർഗങ്ങളിലൂടെ പോകുമ്പോഴാണ് പൊതുസമൂഹം ഇതിനെ മറ്റു രീതിയിൽ വിലയിരുത്തുന്നത്. സമയം ഇനി വൈകിയിട്ടില്ല, മാറി ചിന്തിക്കേണ്ടത് ഒരു കാലഘട്ടമാണ്. വെട്ടിപ്പിടിക്കുവാനുള്ള മനസ്സാണ് അവിടെയെല്ലാം നമുക്ക് കാണുന്നത്. ഒരിക്കലും മതിവരാത്ത, എത്രമാത്രം സമ്പാദിച്ചാലും മതിവരാത്ത ആഗ്രഹത്തിന്റെ പിറകിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം വാസ്തവത്തിൽ ചെയ്തു കൂട്ടുന്നത്. അങ്ങനെ ലോകക്രമം, ലോക മനസാക്ഷിയെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭാരതത്തെ പോലെയുള്ള ഒരു രാജ്യം, സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും എല്ലാവരെയും സ്വീകരിക്കുന്ന ബഹുസ്വരതയുടെ മുഖമുദ്രയായിക്കൊണ്ട് രാജ്യം മുന്നേറുമ്പോൾ നമുക്ക് ഈ രാജ്യത്തിനകത്ത് സമാധാനപരമായും സ്വസ്ഥമായും ആരാധിക്കുവാനും അവകാശങ്ങൾ സംരക്ഷിക്കുവാനും സാധിക്കുന്ന നിലയിലുള്ളതായ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് നമുക്കുണ്ട്. വാസ്തവത്തിൽ നീതി നിഷേധത്തിനെതിരെയാണ് സഭ എന്നും സംസാരിച്ചിട്ടുള്ളത്. കോടതിക്കെതിരെയല്ല, ജഡ്ജസിനെതിരെ ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. കോടതി വിധികളെ മാനിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ കോടതി വിധികളിൽ നീതി നിഷേധമുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ ഓരോ ഇന്ത്യൻ പൗരന് വേണ്ട സ്വാതന്ത്ര്യമുണ്ട്. ഇത് വിശ്വാസപരമായ കാര്യമാണ്. വിശ്വാസപരമായ കാര്യങ്ങളിൽ ഉടമസ്ഥരും അവകാശികളുമായവരെ ഇറക്കിവിടുന്നതും അവിടെ നിയമത്തിന്റെ പേരിൽ ഏതാനും ചില ആളുകൾക്ക് അവിടെ കയറി ആരാധിക്കുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നതും ആ നടപടിക്രമങ്ങൾ നടത്തിയ രീതികളുമാണ് നമ്മളെപ്പോഴും ചോദ്യം ചെയ്തിട്ടുള്ളത്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിഗണനയിൽ ഇപ്പോഴും ഇരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രിയമുള്ളവർ, നിങ്ങൾക്കറിയാം, പുളിന്താനം പള്ളി പിടിച്ചുകൊണ്ട് പോകാൻ എത്ര നാളുകളായി അവർ ശ്രമിക്കുന്നു. പക്ഷെ ഗവൺമെന്റിന് ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. കുറെ പള്ളികൾ നമുക്ക് 50-52ഓളം പള്ളികൾ നമുക്ക് പോയി 2017 ശേഷം. അതിനുശേഷം ഗവൺമെന്റിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതൊരു നീതിപരമായ ഒരു കാര്യമല്ല എന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് 6 പള്ളികൾ പിടിച്ചെടുക്കുവാനായിട്ട് സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ, സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ഗവൺമെന്റ് ഒരു അഫിഡവിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ അഫിഡവിറ്റ് പ്രകാരം ഇത് നീതിയല്ല, ഇത് പ്രായോഗികമല്ല എന്നുള്ള കാര്യമാണ് കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ആ കേസ് ഹൈക്കോടതിയിലേക്ക് വാദത്തിന് വരികയാണ് വരും ദിവസങ്ങളിൽ. അത് നിർണായകമായേക്കാം. എന്ത് വന്നാലും വീണ്ടും സുപ്രീം കോടതിയിലും. അങ്ങനെ
ഒരിക്കലും തീരാത്ത വ്യവഹാരങ്ങളുടെ പെരുമഴ കാലമാണ് ഇനിയും നമ്മൾ മുന്നിൽ കാണും. അത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഏത് സമയത്തും നമ്മൾ പറയാറുള്ളത്. നമ്മുടെ കാലം ചെയ്ത ബാവ തിരുമേനി പറയുമായിരുന്നു, വ്യവഹാരത്തിൽ ഇവരെ തോപ്പിക്കാൻ നമുക്ക് പ്രയാസമാണെന്ന് എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെ ആരെയും ഭയപ്പെടുന്നൊന്നുമില്ല. പരാജയമുണ്ടായാൽ പരാജയം ഏറ്റുവാങ്ങുവാൻ നമ്മൾ തയ്യാറാണ്. നമ്മൾ പരാജിതരാവുകയല്ല ചെയ്യുന്നത്. നമുക്കൊരു പക്ഷേ എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. നഷ്ടങ്ങളുണ്ടായ ഇടങ്ങളിലെല്ലാം ഈ സഭ എത്രമാത്രം ശക്തമായിട്ടാണ് നിലകൊള്ളുന്നത്. ഈ വിശ്വാസികളെല്ലാം എത്രമാത്രം അതിശ്രേഷ്ഠമായിട്ടാണ് കൂടാരമടിച്ച് ആരാധിച്ചിട്ടുള്ളത്, പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് സഭാമക്കളെ ഭിന്നിപ്പിക്കുവാനോ ചിതറിപ്പിക്കുവാനോ ഈ വിശ്വാസത്തിന് എന്തെങ്കിലും പോറലേൽപ്പിക്കുവാനോ ഈ ജനം സമ്മതിക്കുകയില്ല എന്നുള്ളത് സഭയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമൊക്കെ തന്നെയാണ്. ആലുവായിലെ വലിയ തിരുമേനിയെ നമുക്കറിയാമല്ലോ. പൗലോസ് കൂറിലോസ് തിരുമേനിയിൽ, പരിശുദ്ധനായ പൗലോസ് കൂറിലോസ് തിരുമേനിയിലൂടെയാണല്ലോ ആദ്യമായി ഇവിടെ തിരുമേനി ഓർപ്പിച്ചു. പഴയ സെമിനാരിയിൽ നിന്നും വടിയും പത്തലും എടുത്ത് അദ്ദേഹത്തെ ഇറക്കി വിടാം, നിങ്ങൾ എന്നെ വടിയും പത്തലുമായിട്ട് പറഞ്ഞു ഞാൻ ഇറങ്ങിപ്പോക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ പൗലോസ് മാർ കൂറിലോസ് തിരുമേനി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ അധ്വാന ഫലമാണ് വലിയ പഴയ സെമിനാരി. ആ തെങ്ങുമുഴുവൻ നട്ടുപിടിപ്പിച്ച് അതിനെ വലുതാക്കിയ അദ്ദേഹമായിരുന്നു. അവിടെ അദ്ദേഹം ഇരുന്നില്ല, പ്രയാസങ്ങൾ വന്നവർ ഇറങ്ങിപ്പോന്നു. അങ്ങനെയുള്ളൊരു മാതൃകയാണ് നമുക്ക് പിതാക്കന്മാർ കാട്ടി തന്നിരിക്കുന്നത്. ഇത്രയും കാലം ഇഷ്യൂസ് ഒക്കെ ഉണ്ടായല്ലോ. എവിടെയെങ്കിലും ഒരു സംഘർഷത്തിന് നമ്മുടെ ആളുകൾ മുതിർന്നിട്ടുണ്ടോ? ഇല്ല, ഒരു സ്ഥലത്തുമില്ല. പക്ഷെ സമാധാനപരമായി തങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുവാൻ, പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾക്ക് അവകാശം നിഷേധിക്കുമ്പോൾ അതിനുവേണ്ടി നിലകൊള്ളുവാൻ വിശ്വാസി സമൂഹം, സ്ത്രീ പുരുഷ ഭേദമിന് എല്ലാവരും നിലയുറപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് ഇടവകക്കാരാണ്, അവരുടെ അവകാശമാണ്. അവിടെയാണ് ജനം ശബ്ദമുണ്ടാക്കിയത്. ഇത് നീതി നിഷേധമാണ്, ഇത് ഉടമസ്ഥന്റെ കയ്യിൽ ഇരിക്കേണ്ടതാണ്. അവിടെ ഇവർക്ക് ആരാധനയ്ക്കുള്ളതായ സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ ഒത്തിരി ഇടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ഒരുമിച്ച് ചർച്ചയ്ക്ക് എത്രയോ ദേവാലയങ്ങൾ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നു. കണ്ടനാട് ഭദ്രാസനത്തിന്റെ വലമ്പൂർ പള്ളി മുതൽക്ക് 3-4-5 പള്ളിയിൽ പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നു. നമുക്കറിയാം മലബാർ ഭദ്രാസനത്തിൽ എന്താണ് ഉണ്ടായത്. അവിടെയെല്ലാം ഓരോ ദേവാലയങ്ങളിലും പ്രശ്നങ്ങൾ തീർത്തു. രണ്ട് വിഭാഗത്തിലെ മെത്രാപ്പോലീത്തന്മാർ ഒരുമിച്ചിരുന്നും രണ്ടായിട്ടിരുന്നും ഇടവകയിലെ ആളുകൾ രണ്ട് വിഭാഗമായിട്ടിരുന്നും ചർച്ച ചെയ്ത് പരിഹാരങ്ങൾ ഉണ്ടാക്കി. എന്തെല്ലാം പരിഹാര മാർഗങ്ങൾ ഉണ്ട് ഇവിടെ. ആ പരിഹാര മാർഗങ്ങൾ തേടണം. നിയമത്തിന്റെ വഴിയിലൂടെ അല്ല പോകേണ്ടത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ മറുവിഭാഗത്തെ കുറ്റം പറയുമ്പോൾ കാടടച്ച് ആക്ഷേപിക്കരുത്. അവരിൽ നല്ലവരായ ഒത്തിരി മനുഷ്യരുണ്ട്, വലിയ മനസ്സുള്ളവരുണ്ട്. ഇതിഷ്ടപ്പെടാത്ത ധാരാളം ആളുകളുണ്ട്. തിരുമേനിമാരിലുണ്ട്, വൈദികരിലുണ്ട്, നേതൃസ്ഥാനത്തിരിക്കുന്നവരിലുണ്ട്. പക്ഷെങ്കിൽ അവരെല്ലാം ഇപ്പോഴും ആ നിയമത്തിന്റെ ആ ഇതിൽ മാത്രം ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. നിയമം ഞങ്ങൾക്ക് അനുകൂലമാണ്, അതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകില്ല എന്നുള്ള മനോഭാവമാണ്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം. ഇന്നിന്റെ കാലത്ത്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത്, നമ്മളൊരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്. നമ്മളുടെ ജനസംഖ്യയുടെ എണ്ണമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. ഇവിടെ ജനസംഖ്യയൊക്കെ വളരെ കൂടുന്നുണ്ട്. ചൈനയെ നമ്മൾ ബീറ്റ് ചെയ്യുന്നതിന് മനസ്സിലാക്കും. പക്ഷെ നമ്മളൊന്നും, ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടിയിട്ടില്ല. ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും അവിടെയും മൈഗ്രേഷനാണ്. ഇവിടെ ആർക്കും നിൽക്കാൻ ആഗ്രഹമില്ല. അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നവരെ നമുക്ക് കുറ്റം പറയാൻ ഒക്കുകയില്ല. ഇനിയിപ്പം ഫോറിൻ രാജ്യത്ത്, വിദേശ രാജ്യങ്ങളിലെ പോളിസി മാറ്റേഴ്സ് വരുന്ന മാറ്റം കൊണ്ട് തിരിച്ചിങ്ങോട്ട് വരാൻ പറഞ്ഞാലും മറ്റെവിടെയെങ്കിലും രാജ്യങ്ങളിൽ പോകാനുള്ള സാധ്യതയുണ്ടോ എന്നായിരിക്കും മലയാളികൾ, പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾ ചിന്തിക്കുന്നത്. അങ്ങനെ വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈയിടെ ഒരു പ്രസംഗം കേൾക്കുകയുണ്ടായി. നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾക്കവിടെ ആളുകൾ തിങ്ങി നിറഞ്ഞ് ആരാധന കാണുവാൻ സ്ഥലമില്ലാതെ വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ യാക്കോബായക്കാരന്റെ പള്ളി പിടിച്ചു തരുന്ന കാര്യം ആലോചിക്കാമെന്നൊരു പ്രസംഗം ഞാൻ ഈയിടെ കേൾക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, മാറി ചിന്തിക്കണം. എനിക്ക് മറുവിഭാഗത്തെ ആ സഭയിലെ എല്ലാവരുമായിട്ട് വലിയ ബന്ധമുണ്ട്, സംസാരിക്കാറുണ്ട്. ഞാൻ അവരോടൊക്കെ പറയുന്നത്, നമുക്ക് സഹോദരങ്ങളെ പോലെ സഹവസിക്കാം. നമ്മുടെ സെമിത്തേരികളെല്ലാം, തർക്കമുള്ള ഇടങ്ങളിലെല്ലാം രണ്ട് വിഭാഗവും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് അവിടെ സംസ്കാരം നടത്തട്ടെ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന പറയുന്നത്? ഒന്നും സംഭവിക്കാൻ പോണില്ല. അവരും സഹോദരങ്ങളാണ്. അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നുവെങ്കിൽ
ഞാനതിന് നേതൃത്വത്തിലുണ്ടായിരുന്നുവെങ്കിൽ നമ്മളെപ്പോഴും പറയാറുള്ള കാര്യം, അർഹതപ്പെട്ടത് അവർക്ക് കൊടുത്ത് അവരെ പിരിച്ചുവിടുവാനാണ്, അങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞു. അതാണ് മലബാർ മോഡൽ എന്ന് പറയുന്നത്. അതാണ് പല ഇടവകകളിലും നമ്മൾ കണ്ടിട്ടുള്ളതും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതും. ആ നിലകളിൽ എത്രയോ മാർഗങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ഈ കുഴൽനാടൻ MLA ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. നമ്മുടെ പ്രിയങ്കരനായ കോതമംഗലം MLA ഈ വിഷയത്തിൽ നമ്മൾ നെടുന്തൂണായ സഭയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അങ്ങനെ എല്ലാവരുടെയും കരുതൽ ഈ സഭയ്ക്കുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ ഭേദമന്യുള്ള രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും, നേരത്തെ ഗവൺമെന്റ് ഒരു റഫറൻഡം ഒക്കെ നടത്തണമെന്ന് ഞങ്ങൾ എല്ലാവരെയും പോയി കണ്ടിരുന്നു. ഈവൻ മുസ്ലിം സമുദായത്തിലെ എല്ലാ മേഖലകളും, ഹിന്ദു സമുദായത്തിലെ, നായർ സമുദായത്തിലെ, NSSന്റെ തുടങ്ങി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും പറയുന്നത് ഇത് അവസാനിക്കണം, ഇത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സമാധാനത്തിൻ്റെതായ ചർച്ചകൾ തുടങ്ങണം, കേസുകൾക്ക് വിരാമമിടണം, അർഹതപ്പെട്ടവന് കൊടുക്കണം. അവിടെ മൈനോറിറ്റി വരുന്നവർക്ക് മറ്റു സ്ഥലങ്ങളും സംവിധാനങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുവാൻ നമ്മളും കൂടി സഹകരിക്കണം. നമ്മളും കൂടി അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ സഹോദരങ്ങളെ പോലെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ ഈ സഭയുടെ പൗരാണിക നിലനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ സ്വതന്ത്ര സഭ എന്നുള്ള നിലയിൽ ഭാരത സഭ തന്നെ ആയിക്കൊള്ളട്ടെ, അതിന്റെ ഔട്ട്ഫിറ്റ്സും അതിന്റെ ആരാധനയും ക്രമീകരണങ്ങളും സുറിയാനി സഭയുടേതായിക്കൊള്ളു, നമുക്ക് അഭിമാനമുള്ളൂ. അതിലൊന്നും നമ്മൾ അവരെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഈ സഭയുടെ മഹത്വമാണ്. ആരാധനയും അതിന്റെ പാരമ്പര്യവും അതുപോലെ തന്നെ അംശവസ്ത്രങ്ങളും വേഷവിധാനങ്ങളും എല്ലാം അവർ സ്വീകരിക്കുമ്പോൾ അത് ഈ സഭയോടുള്ള ആദരവാണ്. വേറെ ഏതെല്ലാം സഭകളെ പ്രകാരം അത് പിൻപറ്റുന്നുണ്ട്, അതെല്ലാം ഈ സുറിയാനി സഭയുടെ മഹത്വമാണ് പ്രിയപ്പെട്ടവരെ. അതിൽ നമുക്ക് അഭിമാനിക്കാം. അങ്ങനെ നമുക്ക് ശാശ്വതമായ പരിഹാരത്തിന്റെ തീരത്ത് അണയുന്നതിന് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ആവശ്യമായിട്ടുള്ളത്. ഓർത്തഡോക്സ് സഭയിലെ നേതൃത്വം ആ ദിശകളിൽ ചിന്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിഷയമായിട്ടും മറുവിഭാഗത്തെ കാതോലിക്ക ബാവായും ഇത് തീരണമെന്നുള്ള ആഗ്രഹക്കാരനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ നമുക്ക് ചർച്ചകളിലൂടെ പരിഹാരമുണ്ട്. പരിശുദ്ധ പാത്രീർക്കീസ് ബാവായുമായി അടുത്ത നാളുകളിൽ സംസാരിക്കുകയുണ്ടായി. അന്നേരം ബാവ പറഞ്ഞു, ബാവായുടെ ആദ്യത്തെ സന്ദർശനത്തിൽ ഒരു എപ്പിസ്കോപ്പൽ കമ്മിറ്റിയെ നിയമിച്ചിട്ടുണ്ട്, മറുവിഭാഗവുമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആ കമ്മിറ്റി ഇതുവരെ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മൾ തയ്യാറാണ്. നമുക്ക് ക്രിസ്ത്യാനികളെ പോലെ ജീവിക്കാൻ സാധിക്കണം. നമുക്ക് മറ്റുള്ളവരുടെ ഇനിയൊരു വിഫലമായ സാക്ഷ്യം ഇനിയും ഈ സമൂഹത്തിൽ അത് ഒട്ടും സ്വീകാര്യമായിരിക്കില്ല എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കണം. പുളിന്താനം പള്ളിയിലെ ട്രസ്റ്റിയും അവരൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ട്. എത്ര പ്രാവശ്യമാണ് അവിടെ വന്നത് പോലീസ് പള്ളി പിടിച്ചെടുക്കാനായിട്ട്? എത്ര പ്രാവശ്യം ഓർത്തഡോക്സ് വിഭാഗം അവിടെ വന്നത്? എത്ര പ്രാവശ്യം? എത്ര പേരുടെ പേരിലാണ് കേസുള്ളത്? അതുപോലെ എത്രയോ ദൈവാലയങ്ങൾ. ഞാൻ ഈ മേഖലയിൽ ഒരു ദേവാലയത്തെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയൊന്നും ഈ വിശ്വാസി സമൂഹം ഒട്ടും തന്നെ തളർന്നു പോയിട്ടില്ല. അവരുടെ അവകാശപ്പെട്ട അവരുടെ കഷ്ടപ്പാടും കണ്ണുനീരും വേർപ്പുമാണ് ഈ ദേവാലയം എന്നൊക്കെ പറയുന്നത്. അവിടെ നിന്ന് ഇറക്കി വിടുമ്പോൾ ഉണ്ടാകുന്നതായ മാനസിക വ്യഥ അത് വലുതാണ്. അതിനോട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ വലുതാണ്. അത് നമ്മുടെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. അവിടെ അവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. നിയമത്തിന്റെ ഊരാക്കൂട് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വ്യവഹാര വിമുക്തമായ സഭയെ വിഭാവനം ചെയ്യുമ്പോൾ നമ്മളെ വീണ്ടും വ്യവഹാരത്തിലേക്ക് തള്ളിവിടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കതിന് പിന്നാലെ പോയേ മതിയാകൂ. പക്ഷെ ശുഭപ്രതീക്ഷയോടുകൂടി ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിരപ്രത്യാശ കൈവിടാതെ നമുക്ക് സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, അനുരഞ്ജനത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പരിശുദ്ധ സഭയോട് ഞാൻ വളരെ വിനയത്തോടെ ആഹ്വാനം ചെയ്യുന്നതും നമ്മുടെ സഹോദരങ്ങളോട് ഞാൻ ഇപ്പോഴും റിപ്പീറ്റഡായിട്ട് ആഹ്വാനം ചെയ്യുന്നതും അവരോടും അഭ്യർത്ഥിക്കുന്നതും. പ്രിയമുള്ളവരെ, നമുക്ക് നല്ല നാളുകൾ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. പരിശുദ്ധനായ പരിമലത്തിനെ ഉയർത്തിപ്പിടിച്ച അവിശ്വാസ സംഹിത തന്നെയല്ല നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. എന്ന് ഞാൻ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിനെ സംസാരിക്കുന്നുവോ അന്ന് ഞാൻ ധരിച്ചിരിക്കുന്ന അംശവസ്ത്രത്തിന്റെ വെള്ളവസ്ത്രം പോലും എന്നിൽ നിന്ന് സ്വയമേവ ഉരിയപ്പെട്ടതായിരിക്കുമെന്നല്ലേ പരിശുദ്ധനായ പരിമലത്തിന് എഴുതി വെച്ചിട്ടുള്ളതും പ്രഖ്യാപിച്ചിട്ടുള്ളതും ജീവിച്ചിട്ടുള്ളതും. അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സഭയുടെ ഒരു ചരിത്രമുണ്ട്. അതിൽ നമ്മൾ അണുവിട പോലും വ്യതിചലിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, വട്ടശ്ശേരി തിരുമേനിയെ വിശുദ്ധനായിട്ടാണ് ഓർത്തഡോക്സ് സഭ കാണുന്നത്. വട്ടശ്ശേരി തിരുമേനി പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ. ആ പുസ്തകത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? അതെന്തുകൊണ്ട് ഓർത്തഡോക്സ് സഭ വിസ്മരിച്ചു പോകുന്നു? പൗരോഹിത്യത്തിന്റെ ഉറവിടം അന്ത്യോക്യ സിംഹാസനമാണ് എഴുതി വെച്ചിരിക്കുന്നത് വട്ടശ്ശേരി തിരുമേനിയാണ്.
പരിശുദ്ധനായ പരിമള തിരുമേനിയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം. ഒരിക്കലും സിംഹാസനത്തിനെതിരെ അദ്ദേഹം ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് ഞാൻ പറയും. ചരിത്രവും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഈ പള്ളി വലിയ കഷ്ടതയിലൂടെ പോയ ഒരു ദൈവജനമാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകളും കണ്ണുനീരും, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നഷ്ടങ്ങൾ വരുമ്പോൾ, പരാജയങ്ങൾ വരുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ അവിടെ നമ്മൾ ഓർക്കണം, സഹോദരന്മാരെ നമ്മൾ ഓർക്കണം, സാക്ഷ്യമുള്ള ജീവിതം നയിച്ചവരെ നമ്മൾ ഓർക്കണം. അവിടെയെല്ലാം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ കരുതണം. അവിടെ പീഡിപ്പിക്കപ്പെടുന്നവന്റെ പക്ഷത്താണ് ദൈവം, പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ പക്ഷത്താണ് ദൈവം, അടിച്ചെറുക്കി തെരുവിൽ ആരാധിക്കുന്നവന്റെ പക്ഷത്താണ് ദൈവം. ആ ആരാധനയിലാണ് മാത്രമായിരിക്കും കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ അദൃശ്യമായ വ്യാപരിക്കലിലൂടെ അത് അപ്പവും വീഞ്ഞുമാവുകയുള്ളൂ. നമ്മൾ കണ്ടില്ലേ, നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവർ കണ്ണുനീരൊഴുക്കി റോഡിൽ നിന്ന് കുർബാന അർപ്പിച്ച് നമ്മൾ കണ്ടില്ലേ? അതുകൊണ്ട് നമുക്കിതിനൊക്കെ ഒരു പരിഹാരമുണ്ടാവണം. കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ, വന്ന മുറിവുകളും അതിൻ്റെ ആഴങ്ങളൊക്കെ വലുതായിരിക്കാം. അതൊക്കെ ഉണങ്ങുവാനുള്ള സമയങ്ങളൊക്കെ ആയി. ഇനിയും പുതിയ മുറിവുകൾ നമ്മൾ ഉണ്ടാക്കരുത്. എനിക്ക് ഇന്നലെ ഒരു കത്ത് വന്നു. ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് അയച്ചത് നമ്മുടെ പുളിന്താനം പള്ളിയിൽ ഓർത്തഡോക്സ് അച്ഛനും അതുപോലെ തന്നെ വേറെ 2-3 പള്ളികളിലെ ഓർത്തഡോക്സ് വൈദികരും ചില അൽമായക്കാരും ഒക്കെയാണ്. അവർ പറഞ്ഞത്, ഞാൻ ഇന്നും ചില പള്ളികളിലൊന്നും കയറരുത്, ഞാൻ കയറാൻ വന്നാൽ അവിടെ പോലീസ് തടയണമെന്നൊക്കെ പറഞ്ഞ് കത്തയച്ചിരിക്കുക. ചീഫ് സെക്രട്ടറിക്ക് അയച്ചിട്ടുണ്ട്, ആഭ്യന്തര സെക്രട്ടറിക്ക് അയച്ചിട്ടുണ്ട്, കളക്ടർക്ക് അയച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം പേര് വിവരമായിട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത്. എൻ്റെ പള്ളികളിൽ ഞാൻ പോകുന്നത് നമ്മളുടെ വിശ്വാസികൾ വിളിക്കുന്നിടത്തും അവർ ആരാധിക്കുന്നിടത്തുമാണ്. നാട്ടിലെ നിയമങ്ങൾ, കോടതിയുടെ നിയമങ്ങൾ, അതെല്ലാം അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്തിനാ ഇത്ര ഭയക്കണത്? എന്തിനിത്ര ഭയക്കണം? മണർകാട് പള്ളിയിൽ പോകരുതെന്ന് പറഞ്ഞ കേസിന് മൂവ് ചെയ്തു. ഇന്നിപ്പം അങ്കമാലി ഭദ്രാസനത്തിലെ ഒരു പള്ളികളിലും കൊച്ചി കണ്ടനാട് അങ്കമാലി പള്ളികളിൽ കയറരുതെന്ന് പറഞ്ഞ കേസിന് മൂവ് ചെയ്യുന്നു. എന്തിനാ അങ്ങനെ ഭയക്കണേ? ഞാൻ ദേവാലയത്തിൽ കയറിയില്ല എന്ന് കരുതി ഈ ജനം എവിടെയെങ്കിലും 4 ഭാഗത്തേക്കും മാറിപ്പോകും? ഒരിക്കലും പോകത്തില്ല. അവർ അവിടെ തന്നെ നിൽക്കും, അവർ അവിടെ തന്നെ ആരാധിക്കും. ഒരു പ്രതിസന്ധി വരികയാണെങ്കിൽ അതിന്റെ മാർഗവും അവർക്കറിയാം. അത് ഈ സഭ കാട്ടിക്കൊടുത്തിട്ടുണ്ട്. അതൊന്നും പറഞ്ഞ് യാക്കോബായ സഭ അല്ലെങ്കിൽ മെത്രാസന്മാരെ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് യാക്കോബായ സഭയെ, യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയെ അതുപോലെയൊന്നും ഭീഷണിപ്പെടുത്താൻ പാടില്ല. തെറ്റാണതൊക്കെ. ആ കാലമൊക്കെ കഴിഞ്ഞു. സ്നേഹത്തോടെ സംസാരിക്കാമെന്ന് പറയുമ്പോൾ, സൗഹൃദത്തോടെ സംസാരിക്കാമെന്ന് പറയുമ്പോൾ ഇനി പള്ളികളിൽ കയറണ്ടാന്ന് വിലക്കാനുള്ള തീരുമാനമാണ് എടുക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ലല്ലോ. ഇവിടെ ഒരു സ്റ്റാറ്റസ് കോ ഇല്ലേ? ഇവിടെ ഒരു സ്റ്റാറ്റസ് കോ ഇല്ലേ? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഇത്രയും കാര്യമൊക്കെ പറഞ്ഞത് മാറി ചിന്തിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്ത് പറഞ്ഞാലും കേസാണ്. നമ്മുടെ പള്ളിക്കാര്യത്തിൽ മാത്രമല്ല, സഹോദരങ്ങൾ തമ്മിലായാലും അതിർത്തി തർക്കമായാലും എന്തിനും കേസും അതുപോലെയുള്ള പ്രശ്നങ്ങളുമാണ്. ഒരു അഡിക്ഷൻ ഉണ്ട് കേസിനോട് ചില ആളുകൾക്കൊക്കെ. ആ ഒരു കാര്യത്തിൽ ഓർത്തഡോക്സ് സഭ മുൻപന്തിയിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ നിന്നും അവർക്ക് പിന്നോക്കം പോകാനായിട്ട് സാധിക്കും. രാജ്യവും ശക്തിയും മഹത്വവും എല്ലാം കോടതികളും കേസും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനുമാണ്. അതിനെയൊക്കെയാണ് ഇപ്പോൾ വിമർശനമൊക്കെ ഉയർന്നു വന്നിരിക്കുന്നത്. സ്നേഹിതരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ആശ്രയം വയ്ക്കുന്ന ദൈവത്തിലാണ്. നമ്മൾ ആശ്രയം വയ്ക്കുന്ന ദൈവത്തിലാണ്. ആ ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള വിശ്വാസം, ആ കരുത്താണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തും വന്നുകൊള്ളട്ടെ, എന്ത് പ്രതിസന്ധിയും വന്നുകൊള്ളട്ടെ, ഈ ഏറ്റവും വലിയ പ്രതികൂലത്തിലെല്ലാം ഈ സഭയെ ദൈവം മുന്നോട്ട് നയിച്ചു നടത്തി. ഇന്ന് സഭയ്ക്ക് നമ്മുടെ രാജ്യത്തെ സെൻട്രൽ ഗവൺമെന്റിന്റെ അംഗീകാരം, നമ്മുടെ രാജ്യത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അംഗീകാരം, നമ്മുടെ രാജ്യത്തെ എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും അംഗീകാരം, ആദരവ് അത് ഈ സഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്, എന്നും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ എവിഡന്റ് ആയിട്ട് ആ കാര്യങ്ങളൊക്കെ ഈ ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു. ലോക ക്രൈസ്തവ സഭകളുടെ അംഗീകാരം, എല്ലാവരുടെയും അംഗീകാരമുണ്ട്. പക്ഷേ നമ്മുടെ സഹോദരങ്ങൾക്ക് അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റണില്ല. സമയമെടുക്കുമായിരിക്കും, സാരമില്ല. പക്ഷേങ്കിൽ അതെല്ലാം അംഗീകരിക്കുന്ന, ഹൃദയത്തിൽ സ്വീകരിക്കുന്ന അനേകം വിശ്വാസികളും അനേകം ആളുകളും ഈ മറുവിഭാഗത്തിലും ഉണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടണം, സാഹചര്യങ്ങളോട് സമരസപ്പെടണം, സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കണം, വൈരത്തിന്റെ ഭാഷയിലല്ല സംസാരിക്കേണ്ടത്. ഇന്നലകൾ കഴിഞ്ഞുപോയി, നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത്. ക്രിസ്തുമാർഗം നമ്മൾ സ്വീകരിക്കണം. രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം.
2ഉം 3ഉം വള്ളം ഇല്ലാത്തവരെ പിടിച്ചു പറിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ അവസാനിക്കണം. അതൊക്കെ അവസാനിപ്പിക്കണം. സുവിശേഷം പ്രസംഗിക്കണം, സുവിശേഷത്തിലൂടെ ജീവിക്കണം. ഈ പറയുന്ന സുവിശേഷത്തിനും ഈ പറയുന്ന പ്രസംഗങ്ങൾക്കും ഒന്നും അർത്ഥമില്ലാതെ പോകുമ്പോൾ ജനം മറ്റു വഴികളിലൂടെ പോകും. ആരും കൂടെ ഉണ്ടാവില്ല. എല്ലാവരും അവരുടെ വഴിക്ക് പോകും, വഴിവിട്ട വഴികളിലൂടെ പോകും, അന്ധവിശ്വാസങ്ങളിലേക്ക് പോകും, അസന്മാർഗ മാർഗത്തിലൂടെ പോകും, തിന്മയിലേക്ക് പോകും. സഭ നയിക്കേണ്ടുന്ന രീതിയിലൂടെ ദൈവത്തിന്റെ ജനത്തെ നയിച്ചില്ല എന്നുണ്ടെങ്കിൽ, അരുതാത്ത വഴികളിലൂടെ നയിക്കാനാണ് പ്രബോധനങ്ങൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ജനമുണ്ടാവുകയില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കഷ്ടപ്പാടിന്റെ മധ്യേ, പ്രയാസങ്ങളുടെ മധ്യേ, പരാജയങ്ങളുടെ മധ്യേ, നഷ്ടപ്പെടലിന്റെ മധ്യേ നമുക്ക് വിശ്വാസത്തിൽ പ്രോജ്വലിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ നമ്മൾ തുടരുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. സഭാ ചരിത്രത്തിൽ വെടിവെപ്പുണ്ടായിട്ടുള്ളത് പോത്താനിക്കാടാണ്. അതുകൊണ്ടാണ് പോത്താനിക്കാട് സഭാ ചരിത്രത്തിൽ എന്നും അറിയപ്പെടുന്ന ഒരിടമാണ്. വളരെ വേദനാജനകമായ സംഭവങ്ങളൊക്കെ പല ഇടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വെടിവെപ്പ് നടന്ന ഇവിടെയാണ്. പക്ഷെ ആകാശത്തേക്കാണെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ചരിത്രം ഇവിടെയുണ്ട്. അങ്ങനെയുള്ള ഒരിടത്ത് നിന്ന് സംസാരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ എൻ്റെ ചിന്തയിൽ വന്ന് കയറിയതെന്ന് ഞാൻ ഓർക്കുന്നു. ഈ വാക്കുകളിലെല്ലാം മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാം തീരണം, എല്ലാം അവസാനിക്കണം, സമാധാനത്തോടെ സഹവസിക്കണം, സഹോദരങ്ങളെ പോലെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് തോമാസ് ശ്ലീഹായുടെ സിംഹാസനവും സ്വതന്ത്ര സഭാവാദവും അവർ ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ അവിടുത്തെ ഭാവത്തിനുമേനിക്ക് ആ സംവിധാനത്തെ അങ്ങനെ മുന്നോട്ട് പോകാൻ ഞങ്ങളതിനെതിരൊന്നുമല്ല. കോടതിയിൽ കൃത്യങ്ങളായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സൽ ചർച്ച എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോസിഫാല ചർച്ച എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആഗമന സഭ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പരമാധ്യക്ഷൻ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് വിരോധമില്ല, അതൊന്നും അംഗീകരിക്കണമെന്നുമില്ല. അബ്രഹാം ലോത്തിനോട് പറഞ്ഞാൽ വീണ്ടും ആവർത്തിക്കുകയാണ്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. അതാണ് എടുക്കേണ്ടതായ തീരുമാനം. അന്യായമായിട്ട് നമ്മളുടെ കൈവശം നമ്മുടെ കയ്യിൽ നിന്നും പാവപ്പെട്ട ആയിരക്കണക്കിന് ജനങ്ങളെ ഇറക്കിവിട്ട് പിടിച്ചടക്കിയിരിക്കുന്ന എല്ലാം അവിടെ അവകാശങ്ങൾ നൽകി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അതാണ് ദൈവിക നീതി എന്ന് പറയുന്നത്. സഹോദരങ്ങളാണ്, വേറെ ആരുമല്ലല്ലോ. അപ്രകാരം സഹോദരങ്ങളെ പോലെ കണ്ട്, സഹോദരങ്ങളെ പോലെ സഹവസിച്ച്, കഴിഞ്ഞ കാലത്തുണ്ടായ മുറിപ്പാടുകൾ അതിന് പലരും ഉത്തരവാദികളാണ്. നമ്മളുടെ മറുവിഭാഗത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ഭാഗത്തും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് സ്വാഭാവികവുമാണ്. നമ്മൾ മുഴുവൻ പരിശുദ്ധന്മാരും അവർ മുഴുവൻ വൃത്തികെട്ട മനുഷ്യരാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. തെറ്റ് നമ്മുടെ ഭാഗത്തുമുണ്ട്, രണ്ട് ഭാഗത്തുമുണ്ട് തെറ്റുകൾ. ആരുടെ ഭാഗത്താ കൂടുതൽ തെറ്റെന്നുള്ളത് മുടയവൻ തമ്പുരാൻ ചിന്തിക്കട്ടെ. അത് നമ്മളാരെയും വിധിക്കുക നമ്മുടെ ചുമതലയല്ലല്ലോ. ആരെയും വിധിക്കണ്ട. നമുക്ക് കൈമാറുന്ന ഒരു വിശ്വാസം, പൈതൃകം, അതിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് മുന്നോട്ട് പോകുവാനാണ് ഈ ഇടവക എന്നും. ഈ ജനം ഈ കഷ്ടപ്പാടിന്റെ മധ്യേയും ദുരന്തത്തിന്റെ മധ്യേയും ഈ ജനം അതിനുവേണ്ടി മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ആ കൂടെ നിൽക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെയും സമാധാനത്തിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ, പ്രത്യാശയുടെ ഒരു മാർഗത്തിലേക്ക് ഒരു ജനത്തെ മുഴുവൻ നയിച്ചു കൊണ്ടുപോകുവാൻ, ശാന്തിയുടെ തീരത്തെത്തിക്കുവാനുള്ള നിരന്തരമായ പരിശ്രമമാണ്. തമ്പുരാനപുര അമ്മയുടെ മധ്യസ്ഥപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവികമായ ഇടപെടൽ ഉണ്ടാകണമല്ലോ. ദൈവം വിചാരിച്ച അസാധ്യമായിട്ട് എന്താ ഉള്ളത്? നമ്മളൊരു കാര്യം ചെയ്യണം. നമ്മളുടെ കഴിവുകൾ മാത്രം പോലെ ഒരു സ്പേസ് കൊടുക്കണം ദൈവിക ഇടപെടലിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ദൈവം ഇടപെടും. എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ മുഴുവൻ സ്വാർത്ഥതയുമല്ല, അവിടെയല്ല ഒരു ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്നുള്ള ബോധത്തോടുകൂടി ആ ഇടപെടലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. അവിടെ ഒരു പരിഹാരം ഉണ്ടാകും. അങ്ങനെ പ്രാർത്ഥിക്കാൻ എൻ്റെ സഹോദരങ്ങൾക്കും ഭാഗ്യമുണ്ടാകണം. അവിടെയാണ് ഒരു പുതിയ ഒരു യുഗം പിറക്കുവാൻ പോകുന്നത്. അവിടെയാണ് ഒരു പുതിയ അന്തരീക്ഷം ഉണ്ടാകുവാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്കും ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. ഇത്രയും നാൾ ഉണ്ടായതായ അനിഷ്ട സംഭവങ്ങളൊന്നും ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. രണ്ട് സഭകളും അവരുടെ അന്തസ്സ് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ. ഈ പാവപ്പെട്ട ജനത്തിന്റെ കവർന്നെടുത്തിട്ട് എന്ത് കിട്ടാൻ അവർക്ക്? എന്തോ സമ്പന്നരാന്ന് തോന്നി ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത്. എന്ത് സമ്പന്നതയിൽ ജീവിക്കുന്ന സഭയാണെന്നറിയാമോ? ഈ യാക്കോബായ സഭയ്ക്ക് എത്ര കോടി കടമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഞാനവിടെ പറയണില്ല. കേസ് നടത്താൻ ഓരോ പ്രാവശ്യം പൈസ ഉണ്ടാക്കി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? ആ കഥകളൊന്നും ഞാനിവിടെ പറയുന്നില്ല.
പക്ഷേ ഞാൻ ഒരിക്കൽ പറയുകയുണ്ടായി, അവസാനത്തെ മണ്ണ് വിറ്റിട്ടാണെങ്കിലും കേസിന്റെ പുറകെ കൊണ്ടുപോകാനാണെങ്കിൽ കേസ് നടത്തിയിരിക്കും, നന്നായിട്ട് തന്നെ നടത്തിയിരിക്കും. വിജയമോ പരാജയം എന്തും സംഭവിക്കട്ടെ, അല്ലാതെ നമുക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. ആഗ്രഹിക്കുന്നില്ല അങ്ങനെ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങളോട് യുദ്ധം ചെയ്യാനൊന്നും ഞങ്ങൾ തയ്യാറല്ല. അവിടെ പരാജയ ഭീതി കൊണ്ടാണെന്നോ കാര്യങ്ങളും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. ഈ വിശ്വാസത്തെ പരാജയപ്പെടുത്താൻ അതൊരിക്കലും നടക്കാൻ പോണില്ല. അതുകൊണ്ട് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാം, ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കാം, സംസാരത്തിന് വേണ്ടി, ഡയലോഗ്സിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. ബഹുമാനപ്പെട്ട ഗവൺമെന്റും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളും വി ഡി സതീശനുമൊക്കെ, ആരാധന വി ഡി സതീശനുമൊക്കെ എപ്പോഴും മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെടുന്ന ആളാണ് ഈ വിഷയത്തിൽ. എല്ലാവർക്കും വളരെ അനുകൂലമായ സമയം. ഇവർ രണ്ട് മുന്നണികളുടെയും, ഭരണമുന്നണിയുടെയും പ്രതിപക്ഷത്തിന്റെയും MLA-മാരും ഇവിടെ ഇരിക്കുന്നത്. അവർക്കെല്ലാം ഈ കാര്യത്തിൽ വലിയ വ്യക്തമായ നിലപാടുകളുണ്ട്. അതാരെയും ദ്രോഹിക്കുവാനല്ല, അവർക്കൊരു ദോഷവും വരാതെ ഈ വിഷയങ്ങൾ പരിഹരിക്കണമല്ലോ. അതിനുള്ളതായ വഴികൾ ഉണ്ടാവട്ടെ.